ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡൽഹി സുൽത്താനേറ്റ് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അല്ലേ? അതിനകത്ത് സ്ലേവ് ഡൈനാസ്റ്റി ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സ്ലേവ് ഡൈനാസ്റ്റിയിലെ റസിയ സുൽത്താനേനെ വരെയാണ് നമ്മൾ പഠിച്ചത്. ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ റസിയ സുൽത്താനേനെ വരെയാണ് നമ്മൾ പഠിച്ചത്. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് രണ്ട് ചെറിയ സുൽത്താൻമാരുണ്ട്. ഏതിനകത്തെയാണ്? നമ്മുടെ സ്ലേവ് ഡൈനാസ്റ്റിയിലെ തന്നെ നമ്മുടെ റസിയ സുൽത്താനയ്ക്ക് ശേഷം അധികാരത്തിലെത്തുന്ന ബാരാം ഷാ, അതുപോലെ മൗസൂദ് ഷാ, ഇങ്ങനെ രണ്ട് പേരുണ്ട്. ഒരുപാട് പുസ്തകങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. ഇവർ രണ്ടുപേരും ഇതിനിടയ്ക്ക് ഭരിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ശരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ബാൽബനാണ്. ബാൽബൻ കേട്ടോ. റസിയ സുൽത്താനയ്ക്ക് ശേഷം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ആരെയാണ്? ബാൽബനെയാണ്. ഓർമ്മയുണ്ടോ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ? എന്തുവായിരുന്നു? നമ്മൾ സുൽത്താനേറ്റ്, ഡൽഹി സുൽത്താനേറ്റ് ആണല്ലേ? 5 സുൽത്താൻ രാജവംശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഒന്നാമത്തെയാണ് സ്ലേവ് ഡൈനാസ്റ്റി എന്ന് പറഞ്ഞു. സ്ലേവ് ഡൈനാസ്റ്റിയിലെ ആദ്യത്തെ ആളാണ് നമ്മൾ പഠിച്ച കുത്ബുദ്ദീൻ ഐബക്ക്. ഓർമ്മയുണ്ടോ? കുത്ബുദ്ദീൻ ഐബക്ക്. രണ്ടാമത്തെ ആൾ ആരാണ്? രണ്ടാമത്തെ ആള് ഇൽത്തുമിഷ് പഠിച്ചു. പിന്നെ ഇൽത്തുമിഷിന്റെ മകളായ റസിയ സുൽത്താന വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. അതിനുശേഷം റസിയ സുൽത്താനയ്ക്ക് ശേഷം വരുന്നത് ബാരാം ഷായാണ്. ഓക്കെ. നെക്സ്റ്റ് എംപറർ ആയിട്ട് വരുന്നത് മുസീദുദ്ദീൻ ബാരാം ഷാ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. 1240 തൊട്ട് 1242 വരെ വളരെ കുറച്ച് കാലം മാത്രം ഭരിച്ച വ്യക്തിയാണ് ബാരാം ഷാ. അപ്പോ ഇദ്ദേഹം ഈ പറയുന്ന പപ്പറ്റ് ആയിരുന്നു. തുർക്കിഷ് നോബിൾസിന്റെ ഒക്കെ പപ്പറ്റായിട്ട് പ്രവർത്തിച്ചിരുന്നു. ഓക്കെ. അങ്ങനെ ഡൽഹി സുൽത്താനേറ്റിന്റെ ആ സമയത്ത് സുൽത്താൻ എന്ന പേര് ബാരാം ഷായ്ക്ക് ഉണ്ടെങ്കിലും ഇഖ്തിയാറുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ഈ പറയുന്ന ബാരാം ഷായ്ക്ക് വേണ്ടിയിട്ട് ഭരണമൊക്കെ നടത്തിയിരുന്നത്. വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ആ പേരൊന്ന് പഠിച്ചു വെച്ചേക്കുക. ബാരാം ഷായാണ് 1240 തൊട്ട് 1242 വരെ ഭരിക്കുന്നത്. ഓക്കെ. അങ്ങനെ അതിലൊരു നോബിൾമാൻ തന്നെ 1242 ഇദ്ദേഹത്തെ വധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ റസിയ സുൽത്താനയ്ക്ക് ശേഷം ആരാണ്? ബഹ്റാം ഷായാണ്. ഓക്കെ. ബഹ്റാം ഷായാണ് ഭരിച്ചിരുന്നത്. അദ്ദേഹം നോബിൾസിന്റെ ഒക്കെ പപ്പറ്റ് ആയിട്ടിരുന്ന ഒരു വ്യക്തിയാണ് ബഹ്റാം ഷാ. പക്ഷേ കുറച്ച് നാള് 2 വർഷത്തിന് ശേഷം അദ്ദേഹം കൊല്ലപ്പെടുകയാണ്. അതുകൊണ്ട് വലിയ ഭരണ നേട്ടങ്ങളൊന്നും പറയാനായിട്ടില്ല. പിന്നെ വരുന്നത് മൗസൂദ് ഷായാണ്. ബഹ്റാം ഷാ മരിച്ചതിന് ശേഷം അലാവുദ്ദീൻ മൗസൂദ് ഷാനെ നെക്സ്റ്റ് റൂളർ ആയിട്ട് പ്രഖ്യാപിക്കണം. അപ്പൊ ബഹ്റാം ഷാ കഴിഞ്ഞിട്ട് മൗസൂദ് ഷായുടെ പേര് ഓർത്തു വെച്ചേക്കാം. ഓക്കെ. അപ്പോ ഇൽത്തുമിഷിന്റെ മകനായ റുക്നുദ്ദീൻ, ഈ റുക്നുദ്ദീനെ നിങ്ങൾക്ക് റസിയ സുൽത്താനയുടെ സഹോദരനാണ് റുക്നുദ്ദീൻ. റുക്നുദ്ദീന്റെ മകനാണ് ആരെന്ന് പറയുന്നത്? മൗസൂദ് ഷാ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ മധുഷായം അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. അദ്ദേഹം ഇൻകോമ്പിറ്റന്റ് ആയതുകൊണ്ട് ഇദ്ദേഹം പിന്നീട് കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്, മൗസൂദ് ഷാ. ഓക്കെ. അങ്ങനെ അതും ഓർത്തു വെച്ചേക്കാം. 1242 തൊട്ട് 4 വർഷം 1246 വരെ. പ്രത്യേകിച്ച് പറയത്തക്ക ഭരണ നേട്ടങ്ങളൊന്നുമില്ല മൗസൂദ് ഷായ്ക്കും ബഹ്റാം ഷായ്ക്കും. അപ്പൊ ബഹ്റാം ഷായുടെ മരണശേഷം വരുന്നത് മൗസൂദ് ഷാ റുക്നുദ്ദീന്റെ മകനാണ്. ഓക്കെ. ഇൽത്തുമിഷിന്റെ മകനായിട്ടുള്ള റുക്നുദ്ദീൻ, അതായത് റസിയ സുൽത്താനയുടെ സഹോദരന്റെ മകനാണ് മൗസൂദ് ഷാ. മൗസൂദ് ഷായ്ക്ക് ശേഷം വരുന്നതാണ് കുറച്ച് നാൾ ഭരിക്കുന്നത് നസറുദ്ദീൻ മുഹമ്മദ് ആണ്. നസറുദ്ദീൻ മുഹമ്മദ് വാസ് വെരി യങ്. ഓക്കെ. വളരെ യങ് ഏജിലാണ് ഈ പറയുന്ന നസറുദ്ദീൻ മുഹമ്മദ് ഭരണത്തിലേക്ക് എത്തുന്നത്. ആ സമയത്ത് തന്നെ ഈ ചിഹൽഗാനി ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഉല്ലു ഖാൻ എന്ന് വിളിക്കപ്പെടുന്ന ബാൽബൻ, അദ്ദേഹം കുറച്ച് സ്ട്രോങ് ആണ്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞ ഭരണമൊക്കെ കൈയാളിയിരുന്നത്. എങ്കിലും അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൽത്തുമിഷിന്റെ മറ്റൊരു ഗ്രാൻഡ് സൺ ആയിട്ടുള്ള നസറുദ്ദീൻ മുഹമ്മദിനെ എന്ത് ചെയ്യുന്നു? ഈ അധികാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആരാ കൊണ്ടുവരുന്നത്? ഉല്ലു ഖാൻ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ അദ്ദേഹത്തിന്റെ മകളെ നസറുദ്ദീൻ മുഹമ്മദിന് വിവാഹം കഴിച്ചുകൂടി കൊടുക്കും. ഓക്കെ. അപ്പൊ എന്നിട്ട് ഉല്ലു ഖാൻ നായിബ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഏറ്റെടുക്കും. നായിബ്. അപ്പൊ നസറുദ്ദീൻ മുഹമ്മദ് 1246 തൊട്ട് 1266 വരെ ഡൽഹി ഭരിക്കുന്ന സ്ലേവ് ഡൈനാസ്റ്റിയിലെ സുൽത്താനാണ് നസറുദ്ദീൻ മുഹമ്മദ്. ഹി വാസ് വെരി യങ് ഏജ് പേഴ്സൺ കേട്ടോ. വളരെ പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത് ഉല്ലു ഖാൻ അല്ലെങ്കിൽ ബാൽബൻ ആണ്. ഓക്കെ. ബാൽബൻ എവിടെയുള്ളതാ? ചലീസ ഗ്രൂപ്പിലുള്ള ബാൽബനാണ് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് രാജാവാക്കുന്നത്. എന്നിട്ട് അദ്ദേഹം സ്വന്തമായിട്ട് ബാൽബൻ നായിബ് എന്ന് പറയുന്ന ഒരു പൊസിഷനാണ് ഏറ്റെടുക്കുന്നത്. ഓക്കെ. അങ്ങനെ ഈ പൊസിഷൻ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നസറുദ്ദീൻ മുഹമ്മദിന് ഉല്ലു ഖാൻ തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ. നസറുദ്ദീൻ മുഹമ്മദിന് ഉല്ലു ഖാൻ എന്ത് ചെയ്യാണ്? തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ. 1265 ആയപ്പോഴത്തേക്കും നസറുദ്ദീൻ മുഹമ്മദ് മരണപ്പെടുകയാണ്. ഓക്കെ. അങ്ങനെ ബാൽബൻ ഇദ്ദേഹത്തെ പോയിസൺ കൊടുത്ത് കൊന്നു എന്നാണ് ഈ പല
ബുക്കുകളിലും പറയുന്നത്. ഓക്കെ, ഇബ്ൻ ബത്തൂത്ത പറയുന്നത് അനുസരിച്ച് എന്നാണ് പറയുന്നത്. നസറുദ്ദീൻ മുഹമ്മദിനെ ബാൽബൻ അധികാരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവരെല്ലാം കൊല്ലുന്നത്. മകളുടെ ഭർത്താവാണ് പോയിസൺ കൊടുത്ത് കൊല്ലുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മൂന്ന് പേര് അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. റസിയ സുൽത്താനയ്ക്ക് ശേഷം ബഹ്റാം ഷാ, മൗസൂർ ഷാ, അടുത്തത് നസറുദ്ദീൻ മുഹമ്മദ്. ബഹ്റാം ഷാ, മൗസൂർ ഷാ, നസറുദ്ദീൻ മുഹമ്മദ്. 40 തൊട്ട് 42 വരെ ആരാണ്? ബഹ്റാം ഷായാണ്. 42 തൊട്ട് 46 വരെ ആരാണ്? മൗസൂർ ഷായാണ്. അതിനുശേഷം 46 തൊട്ട് 66 വരെ നസറുദ്ദീൻ മുഹമ്മദ് ആണ്. നസറുദ്ദീൻ മുഹമ്മദിന് എല്ലാ സപ്പോർട്ടോടും കൂടി അധികാരത്തിൽ എത്തുന്നത്, വളരെ യങ് ഏജിൽ ഉണ്ടായിരുന്ന നസറുദ്ദീൻ മുഹമ്മദിനെ എല്ലാ സപ്പോർട്ടോടും കൂടി അധികാരത്തിൽ എത്തിക്കുന്നത് ഉല്ലു ഖാൻ അല്ലെങ്കിൽ ബാൽബൻ ആണ്. അദ്ദേഹം ചലിസ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. എന്നിട്ട് സ്വന്തമായിട്ട് നായിബ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ അദ്ദേഹം ഏറ്റെടുക്കുന്നു. ആര്? ഉല്ലു ഖാൻ ഏറ്റെടുക്കുന്നു. കുറച്ചുകൂടി ആ പൊസിഷൻ ഒരു സ്ട്രെങ്തനിങ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നസറുദ്ദീൻ മുഹമ്മദിന് തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. ആര്? ഈ പറയുന്ന ഉല്ലു ഖാൻ. അതിനുശേഷം 1265 ആയപ്പോഴത്തേക്കും നസറുദ്ദീൻ മുഹമ്മദ് മരണപ്പെടുകയാണ്. അക്കോർഡിംഗ് ടു എന്താണ് ഇബ്ൻ ബത്തൂത്ത അതുപോലെ ഇസാമി എന്നൊക്കെ പറയുന്ന പല എഴുത്തുകാരുടെയും നിഗമനങ്ങൾ അനുസരിച്ച് നസറുദ്ദീൻ മുഹമ്മദിനെ ഉല്ലു ഖാൻ വിഷം കൊടുത്ത് കൊല്ലുവാണ്. ഓക്കെ, അതിനുശേഷം അധികാരത്തിലെത്തുന്ന, പിന്നീട് നമ്മൾ സ്ലേവ് ഡൈനാസ്റ്റിയിൽ പഠിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് സുൽത്താനാണ് ബാൽബൻ. ആരാണ്? ബാൽബൻ. ഗിയാസുദ്ദീൻ ബാൽബൻ. ഗിയാസുദ്ദീൻ ബാൽബൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഗിയാസുദ്ദീൻ ബാൽബൻ 1266 തൊട്ട് 1287 വരെയാണ് ബാൽബൻ ഭരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡൽഹി സുൽത്താനേറ്റിലെ രാജാവാണ്. ഫൗണ്ടർ ഓഫ് സെക്കൻഡ് സ്ലേവ് ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്നത്. നോട്ട് ചെയ്തേ, ഫൗണ്ടർ ഓഫ് സെക്കൻഡ് സ്ലേവ് ഡൈനാസ്റ്റി. സെക്കൻഡ് സ്ലേവ് ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്നത് ആരാണ്? ബാൽബൻ ആണ്. ഫൗണ്ടർ ഓഫ് സെക്കൻഡ് സ്ലേവ് ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്നത് ആരാണ്? ബാൽബൻ ആണ്. 1266 ബാൽബൻ അധികാരത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോ ഇദ്ദേഹം വളരെ സ്ട്രോങ് ആണ്. അയൺ മാൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ബാൽബൻ ആണ് കേട്ടോ. ബാൽബൻ ആണ് എന്താണ് അയൺ മാൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. അയൺ മാൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ബാൽബൻ ആണ്. ബാൽബൻ. അതുപോലെ തന്നെ എന്താണ് ഫൗണ്ടർ ഓഫ് സെക്കൻഡ് സ്ലേവ് ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്നത് ബാൽബൻ ആണ്. ഉല്ലു ഖാൻ എന്നറിയപ്പെടുന്നത് ഉല്ലു ഖാൻ എന്നറിയപ്പെടുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഉല്ലു ഖാൻ എന്നറിയപ്പെടുന്ന ആരാണെന്ന്? ബാൽബൻ ആണ് ഉല്ലു ഖാൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഭരണമാണ്. മറ്റ് ചെറിയ പ്രവിശ്യകളെ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു സെൻട്രലൈസ്ഡ് ഗവൺമെന്റ് സ്ഥാപിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസ്റ്റീജും പവറും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്താണ് ബാൽബനുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ട പോയിന്റ്സ്: ഫൗണ്ടർ ഓഫ് സെക്കൻഡ് സ്ലേവ് ഡൈനാസ്റ്റി, അയൺമാൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്, ഉല്ലു ഖാൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ബാൽബൻ എന്ന് പറയുന്നത്. 1266 ഭരണത്തിൽ എത്തുന്നത്. ഓക്കെ, അപ്പോ സ്ലേവ് അതുപോലെ തന്നെ ഈ പറയുന്ന സ്ലേവ് ആയിരുന്നു, സൈനികനായിരുന്നു, മരംവെട്ടുകാരനായിരുന്നു, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ബാൽബൻ കേട്ടോ. സ്ലേവ്, സൈനികൻ, മരംവെട്ടുകാരൻ എന്നൊക്കെ പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ആര്? ഈ പറയുന്ന രാജാവായിട്ടുണ്ട്, മന്ത്രിയായിട്ടുണ്ട്, മരംവെട്ടുകാരനായിട്ടുണ്ട്, സ്ലേവ് ആയിട്ടുണ്ട്, സൈനികനായിട്ടുണ്ട്. ഇതെല്ലാമായിട്ടിരുന്ന ആദ്യത്തെ രാജാവാണ് ആരെന്ന് പറയുന്നത്? ബാൽബൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ബാൽബനുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കാം. അദ്ദേഹം കൊണ്ടുവന്ന ആദ്യത്തെ ഭരണ പരിഷ്കാരം, ഹി ബ്രോക്ക് ദ പവർ ഓഫ് തുർക്കി ചഹൽഗന്ദ് എന്ന് വെച്ചാൽ എന്താണ്? ചിഹൽഗാനീസിനെ പിരിച്ചുവിട്ടു. ചിഹൽഗാനീസിനെ അല്ലെങ്കിൽ ചലിസ ഗ്രൂപ്പിനെ എന്ത് ചെയ്യുന്നു? പിരിച്ചുവിടുന്നു, ഡിസ്ട്രോയ് ചെയ്യുന്നു, പിരിച്ചുവിട്ടു. ആര്? ബാൽബൻ ചിഹൽഗാനീസിനെ പിരിച്ചുവിട്ടു. ഓക്കെ, അദ്ദേഹം കൊണ്ടുവന്ന 2 സിസ്റ്റമാണ് സിജിദ. നോട്ട് ചെയ്തോ? സിജിദ, പൈബോസ്. സിജിദ എന്നും പൈബോസ് എന്നും പറഞ്ഞ 2 സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എന്താണ്? ഇദ്ദേഹത്തെ വണങ്ങുന്ന രീതിയാണ് കേട്ടോ. സിജിദ എന്ന് പറയുന്നത് എന്താണ്? രാജാവിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണാമിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഓക്കെ, അത് എന്താണ്? വിഷിംഗ് ഓഫ് കിങ് ആണ് രണ്ടും. ഒന്ന് ഫുള്ളി എന്താണ്? ബെൻഡ് ചെയ്യുന്ന ഒരു രീതിയാണ്. രാജാവിന്റെ മുന്നിൽ ഫുള്ളി ബെൻഡ് ചെയ്യുന്ന രീതിയാണ് സിജിദ. പൈബോസ് എന്ന് പറയുന്നത് കിസ്സിംഗ് ദ ഫീറ്റ് ഓഫ് കിങ് ആണ്. കിസ്സിംഗ് ദ ഫീറ്റ് ഓഫ് കിങ് ആണ് കേട്ടോ. കിസ്സിംഗ് ദി ഫീറ്റ് ഓഫ് കിങ് ആണ് ഏതെന്ന് പറയുന്നത്? പൈബോസ് എന്ന് പറയുന്നത്. സിജിദ എന്താണ്?
സിജിത ടൈപ്പ് ഓഫ് എന്താണ് വിഷിംഗ് ദ കിങ് ആണ്. ബെൻഡിങ്, കംപ്ലീറ്റ്ലി ബെൻഡ് ചെയ്ത് കിങ്ങിനെ വിഷ് ചെയ്യുന്ന ഒരു രീതിയാണ് സിജിത. പൈബോസ് എന്ന് പറയുന്നത് രാജാവിന്റെ പാദത്തിൽ ചുംബിക്കുക എന്ന് പറയുന്ന ആചാരമാണ് പൈബോസ്. അപ്പൊ സിജിത എന്നും പൈബോസ് എന്നും രണ്ട് ആചാരങ്ങൾ കൊണ്ടുവന്ന ആളാണ് ബാൽബൻ എന്ന് പറയുന്നത്. ചിഹൽഗാനീസിനെ ഡിസ്ട്രോയ് ചെയ്ത വ്യക്തിയാണ് ബാൽബൻ എന്ന് പറയുന്നത്. ഉല്ലു ഖാൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ബാൽബൻ എന്ന് പറയുന്നത്. ഫൗണ്ടർ ഓഫ് സെക്കൻഡ് സ്ലേവ് ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ബാൽബൻ എന്ന് പറയുന്നത്. അതുപോലെ ഇദ്ദേഹം എന്ത് ചെയ്തു, മിലിറ്ററി ഡിപ്പാർട്ട്മെന്റിനെ റീഓർഗനൈസ് ചെയ്തു. ദിവാനി അറസ് എന്ന് പറഞ്ഞ് മിലിറ്ററി ഡിപ്പാർട്ട്മെന്റിനെ റീഓർഗനൈസ് ചെയ്തു. അങ്ങനെ കൺട്രിയിലെ എന്താണ് പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്ന റിബലിയൻസ് ഒക്കെ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊന്ന് എന്താണ് ശാന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് റീഓർഗനൈസ് ചെയ്തിട്ട് ഇവരെ പല സ്ഥലങ്ങളിലാക്കി വിടുന്നു. അതുപോലെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റേണൽ ഡിസ്റ്റർബൻസിനെയും അതുപോലെ തന്നെ ഔട്ടർ ഡിസ്റ്റർബൻസ്, അതായത് മംഗോൾസിനെ ഒക്കെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് നല്ല രീതിയിൽ ആർമി റീഓർഗനൈസേഷൻ ഒക്കെ ചെയ്തു. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തിച്ചേക്ക്. ആർമി റീഓർഗനൈസേഷൻ ചെയ്യുന്നുണ്ട്, അതുപോലെ ചിഹൽഗാനീസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്, അതുപോലെ സിജിത പൈബോസ് എന്ന് പറയുന്ന രണ്ട് സിസ്റ്റംസ് കൊണ്ടുവന്നുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കാം കേട്ടോ. പിന്നീട് അതുപോലെ എന്താ മറ്റ് മംഗോൾസിന്റെ ഒക്കെ ആക്രമണം സാധാരണ ഇന്ത്യയിൽ നടക്കുന്ന സമയമാണ് ഇദ്ദേഹത്തിന്റെ ഒക്കെ സമയത്ത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി സെപ്പറേറ്റ് ആർമി, ഇന്റേണൽ റിബല്യൻസ് ഒക്കെ എന്താണ് അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു ആർമി, അങ്ങനെയൊക്കെ ആർമി റീഓർഗനൈസേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നവ്റോസ്, ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ, നോട്ടിലില്ല. നവ്റോസ് എന്ന് പറഞ്ഞിട്ടുള്ള പുതുവത്സരാഘോഷം, ഇത് പേർഷ്യൻ ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ്. പേർഷ്യൻ ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിട്ടുള്ള, നോട്ട് ചെയ്തേക്കണേ, പേർഷ്യൻ ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിട്ടുള്ള നവറോസ് നിർത്തിവെച്ച രാജാവാണ് ആരെന്ന് പറയുന്നത്, ബാൽബൻ. പേർഷ്യൻ ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിട്ടുള്ള നവറോസ് നിർത്തിവെച്ച എന്താണ് രാജാവാണ് ആരെന്ന് പറയുന്നത്, ബാൽബൻ എന്ന് പറയുന്നത്. അതുപോലെ കൊട്ടാരത്തിൽ, ഇദ്ദേഹം പറഞ്ഞു കൊട്ടാരത്തിൽ കളിയും ചിരിയും തമാശയും നിരോധിച്ച വ്യക്തിയാണ് കേട്ടോ. നിരോധിച്ച എന്താണ് കൊട്ടാരത്തിൽ എന്താണ്, നോട്ട് ചെയ്തോ നിങ്ങൾ, മലയാളത്തിൽ നോട്ട് ചെയ്യുന്നത്. കൊട്ടാരത്തിൽ കളിയും ചിരിയും തമാശയും, കളിയും ചിരിയും നിരോധിച്ചത് ആരാണ്, ബാൽബനാണ്. കൊട്ടാരത്തിൽ കളിയും ചിരിയും നിരോധിച്ചു. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. പേർഷ്യൻ ഫെസ്റ്റിവൽ ആയിട്ടുള്ള നവറോസ്, പേർഷ്യന്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് നവറോസ്. അതിവിടെ ആഘോഷിക്കുന്നുണ്ടായിരുന്നു, അതിന് മേൽ ആഘോഷിക്കണ്ട എന്ന് പറഞ്ഞു. ഓക്കെ, ബ്ലഡ് ആൻഡ് അയൺ പോളിസി ഫോളോ ചെയ്ത, നോട്ട് ചെയ്തോണേ, ബ്ലഡ് ആൻഡ് അയൺ പോളിസി, ബ്ലഡ് ആൻഡ് അയൺ പോളിസി ഫോളോ ചെയ്ത ആര്, ഡൽഹി സുൽത്താനേറ്റിലെ രാജാവാണ് ആരെന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ പഠിക്കുമ്പോൾ, തിരുവിതാംകൂർ പഠിക്കുമ്പോൾ മാർത്താണ്ഡവർമ്മയ്ക്ക് നമ്മൾ അങ്ങനെ പഠിക്കാറുണ്ട്. ചോരയും നിണവും എന്ന് പറയുന്ന പോളിസി ഫോളോ ചെയ്ത് നമ്മുടെ മാർത്താണ്ഡവർമ്മയാണെന്ന് പറയുന്നുണ്ട്. രണ്ട് മാർത്താണ്ഡവർമ്മ ഉണ്ട് അല്ലെ, അറിയാമോ ആർക്കെങ്കിലും? ഉത്രം തിരുനാളും അനിഴം തിരുനാളും. അതിൽ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഈ പറയുന്ന ബ്ലഡ് ആൻഡ് അയൺ പോളിസി ഫോളോ ചെയ്ത തിരുവിതാംകൂർ രാജാവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ബ്ലഡ് ആൻഡ് അയൺ പോളിസി ഫോളോ ചെയ്ത സുൽത്താനേറ്റിലെ കിങ് ആണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ബാൽബൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ചലിസെ നിരോധിച്ചത് എപ്പോഴും ചോദിക്കുന്നതാണ്. ലാൽ മഹൽ എന്നാണ് ഇദ്ദേഹത്തിന്റെ കൊട്ടാരത്തെ അറിയപ്പെടുന്നത്. അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലാൽ മഹൽ, ലാൽ മഹൽ എന്നാണ് അദ്ദേഹത്തിന്റെ കൊട്ടാരം അറിയപ്പെട്ട പേര്. ലാൽ മഹൽ എന്ന് പറയുന്ന കൊട്ടാരം ആരുടെ ആയിരുന്നു ചോദിക്കും കേട്ടോ. ലാൽ മഹൽ ആരുടെയാ, ബാൽബന്റെ. ലാൽ മഹൽ ആരുടെയാന്ന് ചോദിച്ചാൽ ബാൽബന്റെ ആണ്. ഓക്കെ, അതുപോലെ അദ്ദേഹം ഹലക്കു ഖാൻ എന്ന് പറഞ്ഞിട്ട് മംഗോളിയൻസിന്റെ എന്താണ് കമാൻഡർ ആയിട്ടുള്ള ഹലക്കു ഖാനുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഒക്കെ അദ്ദേഹം കൊണ്ടുപോയിരുന്നു കേട്ടോ. ഹലക്കു ഖാൻ, മംഗോൾസ് സ്ഥിരമായിട്ട് ഇവിടെ എന്താണ് ആക്രമിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, റിവർ ബിയാസ് വഴി അവർക്ക് ഇവിടേക്ക് എത്താം, ഇവിടെ ആക്രമിക്കാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ബിയാസ് വഴി ഇവിടെ എത്തുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് തബർ ഹിന്ദ്, സുനം, സമാന എന്നൊക്കെ പറയുന്ന എന്താണ് എന്താണ് ഫോർട്ടുകളൊക്കെ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ അഴിച്ചു പണിയുന്നുണ്ട്. അതുപോലെ ബിയാസ് വഴി നമ്മുടെ ഇന്ത്യയിലേക്ക് മംഗോൾസ് എത്തുന്നതിന് തടയുന്നതിന് വേണ്ടിയിട്ട് സ്ട്രോങ് ഫോഴ്സിനെ അവിടെ നിയമിക്കുന്നുണ്ട്. ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓർത്തിരുന്നാൽ 1287 അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മരണപ്പെടുന്നത്. ഓക്കെ, അപ്പോ മംഗോളിന്റെ കൺട്രോളിലേക്ക് മേജർ പോർഷൻ ഓഫ് ബംഗാൾ
പഞ്ചാബ് വിട്ടുകൊടുത്ത ആരാന്ന് ചോദിക്കും. അത് മംഗോൾ നമ്മുടെ ബാൽബനാണ് കേട്ടോ. ലീവ് ദ മേജർ പോർഷൻ ഓഫ് ദ പഞ്ചാബ് അണ്ടർ മംഗോൾ കൺട്രോൾ, അത് ആരാന്ന് ചോദിച്ചാൽ ബാൽബനാണ്. ലാൽ മഹൽ ആരുടെ കൊട്ടാരമാണെന്ന് ചോദിച്ചാൽ ബാൽബന്റെ കൊട്ടാരമാണ്. 1287 അദ്ദേഹം മരണപ്പെടുകയാണ്. ഓക്കെ, അതിനുശേഷം ബാൽബന്റെ മരണശേഷം ബുഹ്റ ഖാൻ എന്താണ് ഡൽഹി സുൽത്താനേറ്റ് ഭരിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, ക്ഷണിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ബംഗാളിലെ ഗവർണറായിട്ടിരുന്നു ബംഗാൾ സൈഡ് ഭരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ആരാണ്? ബുഹ്റ ഖാൻ എന്ന് പറയുന്നത്. ബുഹ്റ ഖാൻ ആരാണ്? ബാൽബന്റെ മകനാണ് കേട്ടോ. ബാൽബന്റെ മകൻ. പക്ഷെ ഡൽഹി സുൽത്താനേറ്റിലെ ഡൽഹിയിലെ എന്താണ് ത്രോണിലേക്ക് എത്തില്ല. അപ്പൊ എന്തൊക്കെ പോയിന്റ് ആ കുഞ്ഞുങ്ങളെ ബാൽബനെ പറ്റി പഠിച്ചത്? ഫസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കണം, ചലിസ ഡിസ്ട്രോയ്. ചലിസ കൊണ്ടുവന്ന ആരായിരുന്നു? ഇൽത്തുമിഷ് ആയിരുന്നു അല്ലെ. ചലിസ ഡിസ്ട്രോയ് ചെയ്തത് ബാൽബനാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. ഗിയാസുദ്ദീൻ ബാൽബൻ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ഉല്ലു ഖാൻ എന്നറിയപ്പെടുന്നത് ബാൽബനാണ്. ഫൗണ്ടർ ഓഫ് സെക്കൻഡ് സ്ലേവ് ഡൈനാസ്റ്റി, അയൺ മാൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ബാൽബൻ. ടു സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ്, സിജിദ, പൈബോസ്. സിജ ഇസ് എ ടൈപ്പ് ഓഫ് വിഷിംഗ് ദ കിങ് ആൻഡ് പൈബോസ് ഇസ് കിസിംഗ് ദ ഫുട്ട് ഓഫ് ദ കിങ്. എന്താണ് സിജിദ എന്ന് പറയുന്നത്? കിങ്ങിനെ വിഷ് ചെയ്യുന്ന രീതി, ഫുള്ളി ബെൻഡ് ചെയ്തിട്ട് എന്താണ്, അയ്യോ ആപാദ ചൂട് എങ്ങനെ കിടക്കില്ലേ, കിടക്കണം, അതാണ് സംഭവം. ബാൽബൻ, അത് ബാൽബൻ കൊണ്ടുവന്നതാണ് സിജിദ. അതുപോലെ തന്നെ പൈബോസ്, പൈബോസ് എന്ന് വെച്ചാൽ കിസിംഗ് ദ ഫീറ്റ് ഓഫ് എംപറർ എന്നാണ് പറയുന്നത്. ഈ രണ്ട് സിസ്റ്റം കൊണ്ടുവന്നത് ബാൽബനാണ്. കൊട്ടാരത്തിൽ കളിയും ചിരിയും നിരോധിച്ചത് ബാൽബനാണ്. നവറോസ് ഫെസ്റ്റിവൽ നിരോധിച്ചത് ബാൽബനാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കണം. ബാൽബന്റെ കൊട്ടാരമാണ് ഏത്? ലാൽ മഹൽ എന്നറിയപ്പെടുന്നത്. 1287 ഇദ്ദേഹം മരണപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ ടോംബ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, മെഹ്റൗളിയാണ് കേട്ടോ. ടോംബ് ഓഫ് ബാൽബൻ, നോട്ട് ചെയ്തേ. ടോംബ് ഓഫ് ബാൽബൻ എവിടെയാണ്? മെഹ്റൗളി. മെഹ്റൗളിയിലാണ് ബാൽബന്റെ ടോംബ് സ്ഥിതി ചെയ്യുന്നത്. ഓർത്തു വെച്ചേക്കാമോ? ബാൽബന്റെ ടോംബ് സ്ഥിതി ചെയ്യുന്നത് മെഹ്റൗളിയിലാണ് കേട്ടോ. ഇനി അടിമ വംശത്തിലെ ഏറ്റവും ലാസ്റ്റ് കിങ് ആരാന്ന് ചോദിച്ചാൽ കേക്വാബാദ് ആണ് കേട്ടോ. കേക്വാബാദ് ലാസ്റ്റ് കിങ് ഓഫ് ഏത് സ്ലേവ് ഡൈനാസ്റ്റി എന്ന് ചോദിച്ചാൽ കേക്വാബാദ് ആണ്. ലാസ്റ്റ് കിങ് ഓഫ് സ്ലേവ് ഡൈനാസ്റ്റി ആരാണ്? കേക്വാബാദ് ആണ്. അപ്പൊ ഇത്രയാണ് സ്ലേവ് ഡൈനാസ്റ്റിനെ പറ്റി എനിക്ക് പറയാനായിട്ടുള്ളത്. നമ്മൾ പഠിച്ചത് ആരേനെ പറ്റിയൊക്കെ ആയിരുന്നു ഒന്ന് ഓർത്ത് നോക്കിക്കേ. ആരായിരുന്നു? ആദ്യമേ കുത്ബുദ്ദീൻ ഐബക്കിനെ പറ്റി പഠിച്ചു. ഇമ്പോർട്ടന്റ് ആയിട്ട് ലാഗ്ബേഷ് എന്നറിയപ്പെടുന്നതും പോളോ കളിക്കിടയിൽ മരണപ്പെടുന്നതുമായിട്ടുള്ള ഡൽഹി സുൽത്താനേറ്റിലെ ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ കുത്ബുദ്ദീൻ ഐബക്ക്. കുത്തബ് മിനാറിന്റെ പണി സ്റ്റാർട്ട് ചെയ്തത് കുത്ബുദ്ദീൻ ഐബക്കാണ്. 3 പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുക. അടുത്ത ഇൽത്തുമിഷ് അല്ലെ, ഫൗണ്ടർ ഓഫ് എന്താണ് സ്ലേവ് ഡൈനാസ്റ്റി ചോദിക്കുകയാണെങ്കിൽ കുത്ബുദ്ദീൻ ഐബക്കാണ്. ഹു ഇസ് ദ റിയൽ ഫൗണ്ടർ ഓഫ് സ്ലേവ് ഡൈനാസ്റ്റി ചോദിക്കുകയാണെങ്കിൽ അത് ഇൽത്തുമിഷ് ആണെന്ന് ഓർത്തു വെച്ചേക്കുക. ഇൽത്തുമിഷ് ആണ് ചിഹൽഗാനീസ് അല്ലെങ്കിൽ ചലിസ എന്ന് പറയുന്ന ഒരു 40 ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പ്, അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് 40 നോബിൾ പീപ്പിൾസ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഇൽത്തുമിഷ് ആണ്. അതുപോലെ തന്നെ കുത്തബ് മിനാറിന്റെ പണി കംപ്ലീറ്റ് ചെയ്യുന്നത് ഇൽത്തുമിഷിന്റെ കാലത്താണ്. കുത്തബ് മിനാർ ഇസ് ഡെഡിക്കേറ്റഡ് ടു ആരായിരുന്നു? എ സൂഫി സൈൻ നെയ്മഡ് ആരാണ്? ഖ്വാജ ബക്തിയാർ കാക്കി. ഖ്വാജ ബക്തിയാർ കാക്കി. പിന്നെന്തായിരുന്നു പഠിച്ച ഡൽഹി സുൽത്താനേറ്റിലെ ഇൽത്തുമിഷിനെ പറ്റി? സിൽവർ തങ്ക കോപ്പർ ജിറ്റാൾ എന്ന് പറയുന്ന നമ്മുടെ നാണയങ്ങൾ പുറത്തിറക്കി അല്ലെ. സിൽവർ തങ്ക കോപ്പർ ജിറ്റാള് 2 തരത്തിലുള്ള നാണയങ്ങൾ പുറത്തിറക്കിയ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നോബൽ സ്റ്റാറ്റസ് നേടിയിട്ടുള്ള സ്ലേവ് ആണ് ആരെന്ന് പറയുന്നത്? ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഖലീഫന്റെ പ്രതിപുരുഷനാണെന്നൊക്കെയാണ് സ്വന്തമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഇൽത്തുമിഷിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇൽത്തുമിഷിന്റെ സമയത്താണ് ഏത് കംപ്ലീറ്റ് ചെയ്തത്? ഈ പറഞ്ഞ കുത്തബ് മിനാറിന്റെ പണി കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ റസിയ സുൽത്താന ഏക വനിതാ ഭരണാധികാരിയാണ് ടോട്ടലി ഡൽഹിയുടെ ചരിത്രത്തിൽ ഇരുന്നിട്ടുള്ള, ഡൽഹിയുടെ ഭരണാധികാരിയായിട്ട് അവരോധിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു വനിതയാണ് ആരെന്ന് പറയുന്നത്? ബീഗം റസിയ സുൽത്താന. അവർ 1240 തൊട്ട് 36 തൊട്ട് 40 വരെയാണ് ഭരിക്കുന്നതെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ പറഞ്ഞ കാര്യങ്ങളൊക്കെ? അതിനുശേഷം എന്താണ് ഈ നോബിൾസിന് അല്ലെങ്കിൽ ചലിസ ഗ്രൂപ്പുകാർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഒരു സ്ത്രീ അവരെ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവര് പിന്നീട് മരണപ്പെടുകയായിരുന്നു എന്നുള്ള കാര്യം പഠിച്ചു. അവരുടെ പ്രസിദ്ധനായിട്ടുള്ള ഒരു അടിമയാണ് യാക്കൂത്ത് എന്ന് പറയുന്നത്. ഓർമ്മയുണ്ടോ? യാക്കൂത്തിനെ ഓർമ്മയുണ്ടോ? യാക്കൂത്ത്, അത് ഓർത്ത് വെച്ചിരിക്കാം. പിന്നീട് അതുപോലെ അതിനുശേഷം ഇവർ മരണപ്പെടുന്നു. പിന്നെന്താ പഠിച്ചേ? അതിനുശേഷം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആദ്യമായിട്ട് 2 ജസ്റ്റ് അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത സുൽത്താൻമാരുടെ പേര് പഠിച്ചു. അതിനുശേഷം പഠിച്ച ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആള് ബാൽബനാണ്. നസറുദ്ദീനും പഠിച്ചു, അതും അത്ര ഇമ്പോർട്ടന്റ് അല്ല എങ്കിലും ബാൽബനാണ് നമ്മൾ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചത്. ബാൽബന്റെ പോയിന്റ്സ് കൂടെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കേക്കോബാദ് ആണ് അവസാനത്തെ ഡൽഹി സുൽത്താനേറ്റിലെ നമ്മുടെ
സ്ലേവ് ഡൈനാസ്റ്റിയിലെ അവസാനത്തെ റൂളർ എന്ന് പറഞ്ഞു കെയ്ക്കോബാദ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് NTPC ഗ്രൂപ്പ് ഡി ഒക്കെ റെയിൽവേയുമായിട്ട് റിലേറ്റ് ചെയ്താട്ടെ SSC ആവട്ടെ എല്ലാ ക്ലാസ്സുകളും ദിശയുടെ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. ഗ്രൂപ്പ് ഡിയുടെയും അതുപോലെ NTPCന്റെ ഒക്കെ ബാച്ചുകളെ പറ്റി ഉള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ സ്ക്രീനിലുള്ള നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയാവും. എല്ലാ പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെയിലി നിങ്ങൾക്ക് എത്രയാണ് 1-2 സെക്ഷൻസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്, ലൈവ് ആയിട്ട് പോകുന്നുണ്ട് ആപ്പിൽ. അതിന്റെ ഒക്കെ നോട്ടും അവൈലബിൾ ആണ്. സോ നിങ്ങൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓഫ്ലൈൻ ബാച്ചസും അവൈലബിൾ ആണ്. 5ഓളം ഓഫ്ലൈൻ സെന്റേഴ്സ് ഉണ്ട് ദിശയ്ക്ക്, അറിയാലോ അല്ലെ. അപ്പൊ നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം എന്ന് വെച്ചാൽ ആ രീതിയിൽ പഠിക്കാൻ തുടങ്ങിയാട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി പഠിച്ചാലോ. അടുത്ത ഡൈനാസ്റ്റി ആണ് ഖൽജി ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഖിൽജി ഡൈനാസ്റ്റി എന്നും ഖൽജി ഡൈനാസ്റ്റി എന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഖിൽജി ഡൈനാസ്റ്റി 1290 തൊട്ട് 1320 വരെ ഇന്ത്യ ഭരിക്കുന്ന ഡൈനാസ്റ്റിയാണ്. 1290 തൊട്ട് 1320 വരെ ഇന്ത്യ ഭരിക്കുന്ന ഡൽഹി സുൽത്താനേറ്റിലെ ഡൈനാസ്റ്റിയാണ് ഖിൽജി ഡൈനാസ്റ്റി. ഏറ്റവും കുറച്ചു കാലം ലോവസ്റ്റ് ആയിട്ടുള്ള പീരീഡിൽ ഇന്ത്യ ഭരിച്ചിട്ടുള്ള ഡൈനാസ്റ്റി ഏതാന്ന് ചോദിച്ചാൽ ഖിൽജി ഡൈനാസ്റ്റി ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക കേട്ടോ. അതിന്റെ ഫസ്റ്റ് റൂളർ ആണ് ഇത് ജലാലുദ്ദീൻ. ഓക്കെ, ആദ്യത്തെ റൂളർ ആണ് ജലാലുദ്ദീൻ ഖിൽജി. ഖിൽജി എന്ന് തന്നെ പറയാം, ജലാലുദ്ദീൻ ഖിൽജി. അദ്ദേഹം അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡർ ഒന്നും അല്ല. അതിനുശേഷം വരുന്നത് അലാവുദ്ദീൻ ഖിൽജി ആണ്. അലാവുദ്ദീൻ ഖിൽജി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഖിൽജി ഡൈനാസ്റ്റിയിൽ നമ്മൾ പഠിക്കുന്നത്. 1290 തൊട്ട് 96 വരെ 1290 തൊട്ട് 1296 വരെ വളരെ കുറച്ചു കാലം ഇന്ത്യ ഭരിക്കുന്നത് ജലാലുദ്ദീൻ ഖിൽജി ആണ്. ആരാടാ? ജലാലുദ്ദീൻ ഖിൽജി. ജലാലുദ്ദീൻ ഖിൽജി ആണ്. ഓക്കെ, ജലാലുദ്ദീൻ ഖിൽജി ആണ് ഖിൽജി ഡൈനാസ്റ്റിയിലെ. ഓക്കെ, ആരാണ് ഈ ഫൗണ്ടർ ഓഫ് ഖിൽജി ഡൈനാസ്റ്റി എന്ന് ചോദിച്ചാൽ ആരാണ്? ജലാലുദ്ദീൻ ഖിൽജി ആണ്. ഒന്നാമത്തെ പോയിന്റ് ഫൗണ്ടർ അല്ലെങ്കിൽ ഖിൽജി ഡൈനാസ്റ്റി ഖിൽജി വംശ സ്ഥാപകൻ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ജലാലുദ്ദീൻ ഖിൽജി ആണെന്ന് ഓർത്തു വെക്കുക. ഖിൽജി വംശ സ്ഥാപകൻ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ജലാലുദ്ദീൻ ഖിൽജി ആണ് ആൻസർ എന്ന് ഓർത്തു വെച്ചേക്കുക. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ജലാലുദ്ദീൻ ഖിൽജിന്റെ യഥാർത്ഥ പേര് നോട്ട് ചെയ്യാമോ? ജലാലുദ്ദീൻ ഖിൽജിന്റെ യഥാർത്ഥ പേരാണ് മാലിക് ഫിറോസ്. നോട്ട് ചെയ്യാമോ? മാലിക് ഫിറോസ്. മാലിക് ഫിറോസ് ആണ് ജലാലുദ്ദീൻ ഖിൽജിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത്. മാലിക് ഫിറോസ് എന്നാണ്. ഓക്കെ, അദ്ദേഹം എന്താണ് പിന്നെ അത്ര ശക്തനായിട്ടുള്ള ഭരണാധികാരി ഒന്നും ആയിരുന്നില്ല. ഖിൽജി ഡൈനാസ്റ്റി ഇന്ത്യ ഭരിച്ചിരുന്നത് അത് ഇവരുടെ എന്താണ് തലസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹി ആയിരുന്നു കേട്ടോ. ഡൽഹി ആസ്ഥാനമാക്കിയാണ് ഖിൽജി ഡൈനാസ്റ്റി ഇന്ത്യ ഭരിച്ചത്. ഇവരുടെ തലസ്ഥാനം ചോദിക്കും ഡൽഹിയാണ്. ഓക്കെ, അപ്പോ ഈ പറയുന്ന കൈക്കോബാദിനെ തോപ്പിച്ചിട്ടാണ്, കൈക്കോബാദിനെ യുദ്ധത്തിൽ തോപ്പിച്ചത്, അതായത് സ്ലേവ് ഡൈനാസ്റ്റിയിലെ അവസാനത്തെ രാജാവായിട്ടുള്ള കേക്വാബാദിനെ യുദ്ധത്തിൽ തോപ്പിച്ചിട്ടാണ് ജലാലുദ്ദീൻ ഖിൽജി എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന അധികാരത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മാലിക് ഫിറോസ് എന്നാണ്. 1290 തൊട്ട് 96 വരെയാണ്. ഫൗണ്ടർ ഓഫ് ഖിൽജി ഡൈനാസ്റ്റി ആരാന്ന് ചോദിച്ചാൽ ജലാലുദ്ദീൻ ഖിൽജി ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അദ്ദേഹം രജപുത്ത് കിങ്ഡംസിനെ ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ടെറിട്ടറി എക്സ്പാൻഷൻ ഒക്കെ നടത്തിയിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അപ്പോ ഈ ജലാലുദ്ദീൻ ഖിൽജിയുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം രാജ്യദ്രോഹ കുറ്റം ചുമത്തി വധിക്കുന്ന ഒരു സന്യാസിയുണ്ട് കേട്ടോ. അപ്പോ അത് സിദ്ധി മൗല എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സിദ്ധി മൗല എന്ന് പറയുന്ന സെയിന്റിനെ കില്ല് ചെയ്ത് വധിച്ചത് ആരാന്ന് ചോദിക്കും. അത് ജലാലുദ്ദീൻ ഖിൽജി ആണ് കേട്ടോ. സിദ്ധി മൗല എന്ന് പറയുന്ന ഒരു സെയിന്റിനെ, സന്യാസിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി വധിച്ചത് ആരാന്ന് ചോദിക്കും. അത് ജലാലുദ്ദീൻ ഖിൽജി ആണ്. ജലാലുദ്ദീൻ ഖിൽജി. അപ്പൊ ജലാലുദ്ദീൻ ഖിൽജിനെ പറ്റി ഇത്രയും ഓർത്ത് വെച്ചേക്കാമോ? ഓക്കെ, ആദ്യത്തെ ഫൗണ്ടർ ഓഫ് ഖിൽജി ഡൈനാസ്റ്റി ആരെ കൊന്നിട്ട്? കേക്കുവാബാദിനെ കൊന്നിട്ടാണ് അധികാരത്തിലേക്ക് എത്തുന്നത്. 1290 തൊട്ട് 96 വരെ ഇന്ത്യ ഭരിക്കുന്നു. ഹീസ് ദ ഫൗണ്ടർ ഓഫ് ഖിൽജി ഡൈനാസ്റ്റി. ഡൽഹി ആസ്ഥാനമാക്കിയാണ് ഖിൽജി ഡൈനാസ്റ്റി ഭരിക്കുന്നത്. ജലാലുദ്ദീൻ ഖിൽജിയുടെ യഥാർത്ഥ പേര് മാലിക് ഫിറോസ് എന്നാണ്. എന്താണ്? മാലിക് ഫിറോസ് എന്നാണ്. സിദ്ധി മൗല എന്ന് പറയുന്ന സൈന്റിനെ വധിക്കുന്നത് ആരാണ്? ഈ പറയുന്ന മാലിക് ഫിറോസ് അല്ലെങ്കിൽ ജലാലുദ്ദീൻ ഖിൽജി ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേ. അത്ര സ്ട്രോങ് ആയിട്ടുള്ള റൂളർ ഒന്നും അല്ലായിരുന്നു, പക്ഷെ അംബീഷ്യസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ടെറിട്ടറി എക്സ്പാൻഷനും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പിന്നീട് അതിനുശേഷം അധികാരത്തിൽ വരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. സെക്കൻഡ് റൂളർ ആരാണ്? അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയും അംബീഷ്യസ് ആയിട്ടുള്ള റൂളർ ആണ്. അദ്ദേഹം ടെറിട്ടറി എക്സ്പാൻഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താണ്
നമ്മുടെ ഖിൽജി ഡൈനാസ്റ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന അലാവുദ്ദീൻ ഖിൽജിയാണ്. നിങ്ങൾക്ക് പത്മാവത് സിനിമ ഉണ്ടായിരുന്നോ? അതിനകത്ത് എന്താണ് ചിത്തോർ എന്ന് പറയുന്ന സ്ഥലം അറ്റാക്ക് ചെയ്തതിന് ശേഷം ഈ പറയുന്ന ചിത്തോറിലെ രാജാവിനെ ചിതയിലേക്ക് എടുക്കുന്ന സമയത്ത് അവിടെ പത്മാവതി ജോഹർ എന്ന് പറയുന്ന ഒരു ആചാരം, അതായത് സതി അനുഷ്ഠിക്കണം എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം എന്താണ് ഈ എല്ലാ എനിമീസിനെ കൊന്ന് ഇവരെ കൊണ്ടുപോകാനായിരുന്നു ആർക്ക് താല്പര്യം? അലാവുദ്ദീൻ ഖിൽജിക്ക് താല്പര്യം. പക്ഷെ പുള്ളിക്കാരി വരില്ല അല്ലെ. അങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ട് 30,000-ഓളം രാജപുത്ത് എന്താണ് സൈനികരെ അദ്ദേഹം വധിച്ചിട്ടുണ്ട്. അത് ഓർത്ത് വെച്ചേക്കാം. വിന്ധ്യ മൗണ്ടൻ ക്രോസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഡൽഹി സുൽത്താനാണ്. നേരെ സൗത്തിലേക്കൊക്കെ ഇറങ്ങി വന്ന് സൗത്തിലുണ്ടായിരുന്ന കോഹിനൂർ രത്നമൊക്കെ അടിച്ചുകൊണ്ട് പോയ സുൽത്താനാണ് ഖൽജി ഡൈനാസ്റ്റിയിലെ അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. അപ്പോൾ ഖിൽജി ഡൈനാസ്റ്റി ഏറ്റവും കൊടുമ്പിരി കൊണ്ടത് അലാവുദ്ദീൻ ഖിൽജിയുടെ സമയത്താണ്. അലാവുദ്ദീൻ ഖിൽജി മരണപ്പെട്ടതിന് ശേഷം എന്താണ് ഖിൽജി ഡൈനാസ്റ്റി നശിച്ചു പോവാണ് ഉണ്ടായിരുന്നത്. അപ്പോ അതൊന്ന് ഓർത്തു വെച്ചേക്കാം. അപ്പോ അലാവുദ്ദീൻ ഖിൽജിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് അദ്ദേഹത്തിന്റെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സൈനികനാണ് ഏതെന്ന് പറയുന്നത് മാലിക് കഫൂർ എന്ന് പറയും കേട്ടോ. മാലിക് കഫൂർ. ഓക്കെ, മാലിക് കഫൂർ എന്താണ് ഇദ്ദേഹം എന്താണ് ട്രാൻസ്ജെൻഡർ ആണെന്ന് ചിലയിടത്ത് പറയുന്നുണ്ട്. മാലിക് കഫൂർ ഇദ്ദേഹത്തിന്റെ ആരാണ്? മിലിറ്ററി ചീഫാണ്, സൈന്യാധിപനാണ് മാലിക് കഫൂറിന്റെ പേര് ഓർത്തിരിക്കുക. ഈ മാലിക് കഫൂർ ആണ് അലാവുദ്ദീൻ ഖിൽജിക്ക് വിഷം കലക്കി കൊടുത്ത് കൊല്ലുന്നത് കേട്ടോ. സ്വന്തമായിട്ട് സെക്കൻഡ് അലക്സാണ്ടർ ഓഫ് ഇന്ത്യ എന്ന് സ്വയം വിശേഷിപ്പിച്ച വ്യക്തിയാണ്. സെക്കൻഡ് അലക്സാണ്ടർ ഓഫ് ഇന്ത്യ എന്ന് സ്വയം വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആര്? അലാവുദ്ദീൻ ഖിൽജി. സെക്കൻഡ് അലക്സാണ്ടർ ഓഫ് ഇന്ത്യ എന്ന് സ്വയം വിശേഷിപ്പിച്ച വ്യക്തിയാണ് അലാവുദ്ദീൻ ഖിൽജി. ഖിൽജി ഡൈനാസ്റ്റിയിൽ 1290 തൊട്ട് 1320 വരെ എന്ന് പറഞ്ഞില്ല, 1320. അതിൽ 1296 തൊട്ട് 1316 വരെ ഭരിക്കുന്നതാണ് ആര്? അലാവുദ്ദീൻ ഖിൽജി കേട്ടോ. അലാവുദ്ദീൻ ഖിൽജി 1296 തൊട്ട് 1316 വരെ ഭരിക്കുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്. 10-20 വർഷക്കാലമാണ് അദ്ദേഹം ഭരിക്കുന്നത്. ആര്? നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി. ഇന്ത്യയിൽ കമ്പോള പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്ന മാർക്കറ്റ് റീഫോംസ് കൊണ്ടുവരുന്ന, നോട്ട് ചെയ്തോ, ഇന്ത്യയിൽ മാർക്കറ്റ് റീഫോംസ് കൊണ്ടുവരുന്ന ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. മാർക്കറ്റ് റീഫോംസ് ഇന്ത്യയിൽ കൊണ്ടുവരുന്ന ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. ചിത്തോർ ആക്രമണത്തിന് ശേഷം പത്മാവതിനെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ട അവര് ജോഹർ അനുഷ്ഠിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവരെ കൊണ്ടുപോകാൻ താല്പര്യപ്പെട്ട വ്യക്തിയാണ് അലാവുദ്ദീൻ ഖിൽജി. വിന്ധ്യ മൗണ്ടൻ ക്രോസ് ചെയ്ത് സൗത്ത് ഇന്ത്യയിലേക്ക് വന്ന ആക്രമണ കാകതീയ ഡൈനാസ്റ്റിയുമായിട്ടൊക്കെ ഇദ്ദേഹം യുദ്ധം ചെയ്തിട്ടുണ്ട്. ഈ സൗത്ത് സൈഡിൽ ഉണ്ടായിരുന്ന കോഹിനൂർ രക്തം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഖിൽജി ഡൈനാസ്റ്റിയിൽ. ഓക്കെ, അപ്പോ നമ്മുടെ മാർക്കറ്റ് റീഫോംസ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ അലാവുദ്ദീൻ ഖിൽജിയാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തനായിട്ടുള്ള സൈന്യാധിപനാണ് ആരെന്ന് പറയുന്നത് മാലിക് കഫൂർ. അലാവുദ്ദീൻ ഖിൽജിനെ വധിച്ചു എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിന്റെ സൈന്യാധിപനാണ് മാലിക് കഫൂർ എന്ന് പറയുന്നത്. ഓക്കെ, 1303 ഈ പറഞ്ഞ ചിത്തോർ ആക്രമണം നടക്കുന്നത് കേട്ടോ. അതാണ് ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പത്മാവത് സിനിമ കണ്ടിട്ടുണ്ടോ? 1303 ഇദ്ദേഹം ചിത്തോർ ആക്രമിക്കുന്നത് കേട്ടോ. ചിത്തോർ ആക്രമിക്കുന്നത് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ എന്തിനെ പറ്റി പഠിക്കുന്നത്? അലാവുദ്ദീൻ ഖിൽജിനെ പറ്റി പഠിക്കുന്നത്. സമുദ്രഗുപ്തൻ ഓഫ് മുസ്ലിം ഇന്ത്യ. സമുദ്രഗുപ്ത ഓഫ്, ഇത് ഇമ്പോർട്ടന്റ് ആ, സമുദ്രഗുപ്ത ഓഫ് മുസ്ലിം ഇന്ത്യ എന്നറിയപ്പെടുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. സമുദ്രഗുപ്ത ഓഫ് മുസ്ലിം ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്തു വെച്ചേക്കാം. പിന്നെ കുതിരകൾക്ക് ചാപ്പ കുത്തുന്ന ഒരു സമ്പ്രദായമുണ്ട്, ദാഗ് എന്നും ചെഹറ എന്നും. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ, നോട്ടിൽ ഇതിൽ കൊടുത്തിട്ടില്ല, നിങ്ങൾ നോട്ട് ചെയ്തോ. ദഗ് എന്നും ചെഹറ എന്നും 2 സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ്. നമ്മൾ സിജിദ പൈബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയാ സിജിദ പൈബോസ് പറഞ്ഞത്? എവിടെയായിരുന്നു പറഞ്ഞത്? ബാൽബന്റെ സ്ഥലത്ത് പറഞ്ഞല്ലേ. ദഗ് എന്നും ചെഹറ എന്നും 2 സിസ്റ്റം കൊണ്ടുവന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ദഗ് എന്ന് പറയുന്നത് എന്താണ്? ബ്രാൻഡിങ് ഓഫ് ഫോഴ്സ് ആണ്. കുതിരകൾക്ക് ബ്രാൻഡിങ് ഓഫ് ഫോഴ്സസ് ആണ് ഏത്? ദഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദഗ്. ചെഹറ ഐഡന്റിറ്റി സിസ്റ്റം, ID കാർഡ് സിസ്റ്റം ആണ് കേട്ടോ. എന്താണ് നമ്മുടെ അദ്ദേഹത്തിന്റെ ജീവനക്കാർക്ക് ID കാർഡ് സിസ്റ്റം ആണ് ചെഹറ. അപ്പൊ ദഗ്, ചെഹറ 2 സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. മാർക്കറ്റ് റീഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെ അലാവുദ്ദീൻ ഖിൽജി ആണെന്ന് ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അതുപോലെ ഇൽത്തുമിഷ് ഇക്ത സമ്പ്രദായം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇക്ത അല്ലെ, ഓർമ്മയുണ്ടോ? ഇക്ത സിസ്റ്റം. ഈ ഇക്ത സിസ്റ്റം അബോളിഷ് ചെയ്തു. ഇൽത്തുമിഷിന്റെ
ഗുപ്ത സിസ്റ്റം അബോളിഷ് ചെയ്ത രാജാവാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. ഓക്കെ, അതും കൂടി ഓർത്തു വെച്ചേക്കാം. തെക്കേ ഇന്ത്യ, സൗത്ത് ഇന്ത്യ ആക്രമിച്ച ഒരു ആദ്യത്തെ മുസ്ലിം ഭരണാധികാരിയാണ് ആര്? അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. അപ്പൊ അലാവുദ്ദീൻ ഖിൽജി 1316 മരണപ്പെടുന്നു. അതിനുശേഷം എന്താണ് പിന്നീട് വലുതായിട്ട് 1320 ആയപ്പോഴത്തേക്ക് ടോട്ടലി ഖിൽജി ഡൈനാസ്റ്റി നശിച്ചു പോവാണ്. അപ്പൊ നമ്മള് ജലാലുദ്ദീൻ ഖിൽജിനെയും പഠിച്ചു, അലാവുദ്ദീൻ ഖിൽജിനെയും പഠിച്ചു, അതിന്റെ കൂടെ സ്ലേവ് ഡൈനാസ്റ്റി കംപ്ലീറ്റ്ലി പഠിച്ചു. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പഠിച്ചിരിക്കുന്നത്. നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിൽ ഇതുവരെ പഠിച്ചു. നമുക്ക് തുഗ്ലക്ക്, സെയ്ദ് ലോധി അത്ര ഇമ്പോർട്ടന്റ് അല്ല. തുഗ്ലക് ഡൈനാസ്റ്റി മാത്രമാണ്. ജസ്റ്റ് ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് അത് മൂന്നും പഠിക്കാനായിട്ട് പറ്റും കേട്ടോ. വലിയ എന്താണ് പ്രശ്നമൊന്നുമില്ല. പടർഞ്ഞ പോയിന്റുകൾ മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാനായിട്ടിരിക്കുക. ഇനിയുണ്ട് കേട്ടോ അലാവുദ്ദീൻ ഖിൽജി ഒക്കെ പറയാം. എനിക്ക് ചെറിയ സമയത്തിന്റെ ഇടയ്ക്ക് ഇത്രയൊക്കെ പറ്റും. പക്ഷെ ഇങ്ങനെ ഒരു പേരുണ്ടെന്നും നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും പോയിന്റുകൾ ആഡ് ചെയ്ത് വെച്ച് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പഠിക്കാനും പറയുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. നല്ല രീതിയിൽ ക്ലാസ്സുകളൊക്കെ കണ്ട് നോട്ടൊക്കെ എഴുതി വെച്ച് പഠിക്കൂ. എല്ലാവർക്കും ഈ വർഷം തന്നെ ജോലി കിട്ടട്ടെ. എല്ലാവിധ നല്ല കാര്യങ്ങളും സംഭവിക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ.